അവിടുന്ന് പറയുന്നു, ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരം മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ്. സഹാബത്ത് കരയുന്നു, ഫാത്തിമ ബീവി വിതുമ്പുന്നു. വല്ലാതെ കരയുന്ന രംഗമാണ്. മദീനയൊന്നാകെ കൂട്ടക്കരച്ചിലാണ്. ആ സമയത്താണ് ഹബീബിന്റെ ശറഫാക്കപ്പെട്ട ശരീരം അത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്. അതേ റസൂലുള്ളാഹിന്റെ ശരീരം ഇറക്കി വെക്കുന്നു. ഓരോ മൂടുകല്ലുകളും വെക്കുന്നു. അവസാനമായി അവിടുത്തെ ശരീരത്തിന്റെ ഭാഗം കാണാൻ വേണ്ടിയിട്ട് വല്ലാത്ത ആഗ്രഹത്തോടുകൂടെ നോക്കുന്ന സഹാബത്ത്. അങ്ങനെ റസൂലുള്ളാഹി നിങ്ങൾ അതിലങ്ങ് ഇറക്കി വെക്കുന്നു. മുഖത്ത് നിന്ന് കഫം പുടവയങ്ങ് നീക്കുകയാണ്. അബ്ബാസ് തങ്ങളെ ആ കഫം പുടവയങ്ങ് നീക്കിയപ്പോ ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ചുണ്ടിങ്ങനെ ചലിക്കുകയാണ്. ഖബറിലുള്ള റസൂലുള്ളാഹിന്റെ ചുണ്ട് ചലിക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരെ മുഴുവനും രേഖപ്പെടുത്തുന്ന ചരിത്രമാണ്. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ ചുണ്ട് ചലിക്കുന്നു. സഹാബത്ത് വല്ലാത്ത കൗതുകത്തോടുകൂടെ ഖബറിലേക്ക് നോക്കുന്നു. അബ്ബാസ് തങ്ങളോട് ചോദിക്കുന്നു, അല്ല അബ്ബാസേ, റസൂലുള്ള വഫാത്തായതാണോ അല്ല അവിടുന്ന് ഉറങ്ങുകയാണോ? അവിടുന്ന് വഫാത്തായിട്ടില്ലയോ? അവിടുത്തെ ശറഫാക്കപ്പെട്ട ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുകയാണ്. ആ സമയത്താണ് സഹാബത്ത് അബ്ബാസ് തങ്ങളോട് പറയുന്നത്, റസൂലുള്ള അവസാനമായി ചുണ്ട് ചലിപ്പിക്കുന്നത് അവിടുന്ന് ആരെയാ അന്വേഷിക്കുന്നത്? അങ്ങയുടെ കർണപടമൊന്ന് അടുപ്പിച്ച് വെച്ച് നോക്ക്, അങ്ങ് ചെവിയൊന്ന് അടുപ്പിച്ച് വെച്ച് നോക്ക്. അബൂബക്കറിനെയാണോ? അതേ, ജീവിതകാലം മുഴുവനും നീൽ പോലെ കൂടെ നടന്ന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിച്ച അബൂബക്കറിന് സിദ്ദീഖ്. അവിടുത്തോട് സഹാബത്ത് ചോദിച്ചില്ലയോ, അല്ലയോ അബൂബക്കർ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? അവിടുത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് സഹാബത്തിനോട് മറുപടി പറഞ്ഞല്ലോ, അൽ അൻദുറ ഇലാ വജ്ഹി റസൂലില്ലാഹ്. അതേ, എന്റെ നേതാവിന്റെ, എന്റെ കരളിന്റെ കഷ്ണമായ റസൂലുള്ളാഹി അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് ഇമവട്ടാതെ നോക്കി നിൽക്കലാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അബൂബക്കറിന് സിദ്ദീഖ്. ആ അബൂബക്കർ തങ്ങളെയാണോ റസൂലുള്ള അവസാനമായി ചോദിക്കുന്നത്? അല്ല ഉമർ ഇബ്നുൽ ഖത്താബിനെയാണോ? അല്ല കരണിന്റെ കഷ്ടമായ ഫാത്തിമയാണോ? അല്ല ഭാര്യയായ ആയിഷയാണോ? ആരെയാണ് റസൂലുള്ള അന്വേഷിക്കുന്നത്? അബ്ബാസ്, നിങ്ങൾ അങ്ങയുടെ ചെവിടുന്ന് വെച്ച് നോക്കൂ. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ചുണ്ടിന്റെ അടുത്തേക്ക് അവിടുത്തെ ചെവിയങ്ങ് വെച്ച് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആരെയാ റസൂലുള്ള അന്വേഷിക്കുന്നതെന്നറിയുമോ? എന്താ റസൂലുള്ള അവസാനം ഖബറിൽ വെച്ച് ചോദിക്കുന്നതെന്നറിയുമോ? അബൂബക്കറിനെയല്ല, ഉമറിനെയല്ല, കരളിന്റെ കഷ്ണമായ ഫാത്തിമയല്ല. അവസാനമായി റസൂലുള്ള വിളിക്കുന്നത് ഉമ്മത്തി, ഉമ്മത്തി. അതേ, എന്റെ അമാനത്ത് നഗറിൽ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, എന്നെയും നിങ്ങളെയും ആ റസൂലുള്ള ഖബറിൽ വെച്ച് അവസാനമായി വിളിക്കുന്നത്. അവിടുത്തേക്ക് അത്രത്തോളം സ്നേഹമുണ്ട് നമ്മളോട്. ഏത് സമയത്തും നമ്മുടെ കാര്യമാ റസൂലുള്ളാഹിക്ക് പറയാനുള്ളത്. അവിടുന്ന് കരഞ്ഞ നിമിഷങ്ങൾ ധാരാളമുണ്ട്. ഭൂരിഭാഗവും അവിടുന്ന് കരഞ്ഞത് എന്നെയും നിങ്ങളെയുമാകുന്ന ഉമ്മത്തിനെ ഓർത്തിട്ടാണ്. എന്റെ സഹോദരൻ
സഹോദരന്മാരെ, അവസാനമായി ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ നമ്മൾ കണ്ടിട്ടില്ല, അവിടുത്തെ യഥാർത്ഥത്തിൽ നേരിട്ട് നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടില്ല. ആ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട ധാരാളം ആളുകളില്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാലം എത്രയായി ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഈ കാലത്തിനിടക്ക് റസൂലുള്ളാഹിനെ ഒന്ന് സ്വപ്നത്തിൽ കൊണ്ടുവരാൻ എനിക്കോ നിങ്ങൾക്കോ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരന്മാരെ? മഹാന്മാരായ പണ്ഡിതന്മാർ കൈഫിയത്തുൽ വസൂലി ലിറുയത്തിർ റസൂൽ എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിൽ പറയുന്ന ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മോനെ, നിനക്ക് റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹമുണ്ടോ? അവിടുത്തെ സ്വപ്നത്തിൽ ഒന്ന് ദർശിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവിടുന്ന് പറയുന്നു, മൻ അറാദ അയ്യറാനി ഫിൽ മനാം, എന്നെ സ്വപ്നത്തിൽ കാണാൻ വല്ലവനും ആഗ്രഹിക്കുന്നുണ്ടോ? ഫല്യുസല്ലി ഫീ ലൈലത്തിൽ ജുമുഅത്തി റകഅത്തൈൻ അർബഅ റകഅത്ത്. അതേ വെള്ളിയാഴ്ച രാത്രിയുണ്ടല്ലോ, അഥവാ വെള്ളിയാഴ്ച രാവെന്ന് പറയുന്ന വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി, ആ രാത്രിയിൽ മോനെ നീ കിടക്കുന്ന സമയത്ത് 4 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചോ. വെള്ളിയാഴ്ച രാവിൽ നീ 4 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചോ. അതേ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം എല്ലാ റകഅത്തിലും നീ 3 സൂറത്തുകൾ ഓതണോ. ഏതാണ് ആ സൂറത്ത് എന്നറിയുമോ? അലം നശ്റഹ് സൂറത്ത് ഓതണോ, ഇദാ സുൽസില സൂറത്ത് ഓതണോ, അതുപോലെ വദ്ദുഹാ വല്ലൈലി സൂറത്ത് ഓതണോ. ഈ 3 സൂറത്തുകളോ, വദ്ദുഹാ വല്ലൈലി സൂറത്ത്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന് തുടങ്ങുന്ന സൂറത്ത്, അതുപോലെ അലം നശ്റഹ് സൂറത്തുണ്ടല്ലോ. ഓരോ റകഅത്തിലും ഫാത്തിഹ കഴിഞ്ഞാൽ ഈ 3 സൂറത്തുകളും ഓതണം. ഇങ്ങനെ 4 റകഅത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സലാം വീട്ടിക്കഴിഞ്ഞാൽ 70 പ്രാവശ്യം ആത്മാർത്ഥമായി നീ സ്വലാത്ത് ചൊല്ലണം. 70 സ്വലാത്ത് കഴിഞ്ഞാലോ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ആ വലിയ ദിക്റാകുന്ന ഇസ്തിഗ്ഫാർ, ആ ഇസ്തിഗ്ഫാർ അതേ പിടക്കുന്ന ഹൃദയത്തോടുകൂടെ നീ ചൊല്ലേണ്ടതാണ്. അങ്ങനെ ചൊല്ലി 70 ഇസ്തിഗ്ഫാറും കഴിഞ്ഞാൽ പിന്നെ മോനെ നീ സ്വലാത്തുകൾ ചൊല്ലണം. സ്വലാത്ത് ചൊല്ലി 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 നീ അങ്ങ് ഉറങ്ങണോ. അങ്ങനെ ഉറങ്ങിയാൽ അതേ ഇന്നേ വരെ കളവ് പറയാത്ത, കളവ് ചിന്തിക്കാത്ത, അള്ള പറഞ്ഞത് മാത്രം പറയുന്ന നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കിനാവിലേക്ക് കടന്നു വരും കേട്ടോ. നമ്മുടെ സ്വപ്നത്തിലേക്ക് ഹബീബ് കടന്നു വരും കേട്ടോ. പണ്ഡിതന്മാര് പറയുന്നു, മോനെ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ സംശയത്തിന്റെ കണികയുണ്ടോ? ഞാൻ കാണുമോ കാണില്ലയോ എന്ന സംശയമുണ്ടോ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നീ തപസ്സിരുന്നാലും ലോകത്തിന്റെ നേതാവിനെ കാണാൻ നിനക്ക് കഴിയൂല. നല്ല ഉറപ്പോടുകൂടെ, നല്ല യഖീനോടുകൂടെ മോനെ നീ ഈ രൂപത്തിൽ അങ്ങ് ചെയ്താൽ റസൂലുള്ളാഹിനെ കാണാൻ കഴിയും. റസൂലുള്ളാഹിനെ ലോകത്ത് നിന്ന് പരിചയപ്പെട്ടാലോ ഖബറിൽ വെച്ച് ഇയാളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് നമുക്ക് അന്തസ്സോടെ പറയാൻ കഴിയണോ, അതാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഞാനേറെ പറഞ്ഞ, ഞാനേറെ ബുറുദ ചൊല്ലിയ, ഞാനേറെ മദ്ഹ് പാടിയ, ഞാൻ എല്ലാതിലും എന്റെ എല്ലാം അർപ്പിച്ച എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയാൻ കഴിയോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഏത് വലിയ ഉദ്ദേശം വെച്ചുകൊണ്ട് വന്നവരാണെങ്കിലും അല്ലാഹുവേ, ഇവിടെ ചെല്ലാനുള്ളത് ഖസീദത്തുൽ ബുർദയാണ്. സാദാത്യങ്ങളുടെ സാന്നിധ്യമുള്ള മജ്ലിസാണ്. ആലിമീങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മജ്ലിസാണ്. നിഷ്കളങ്കരായ മുതഅല്ലിമീങ്ങളുള്ള മജ്ലിസാണ്. മാലാഖമാരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന മജ്ലിസാണ്. എല്ലാ രോഗങ്ങളും എല്ലാ പ്രയാസങ്ങളും നീ ശമിപ്പിച്ചു തരണേ റഹ്മാനേ.